ഇതാണ് ഞങ്ങളിത് ഗൂഡല്ലൂർ ഊട്ടി എന്നുള്ള സ്ഥലത്തേക്ക് നമ്മുടെ കൽപ്പറ്റ എന്നുള്ള റൂട്ട് കേട്ടോ. ഇതിൽ ഞാൻ ഇത് കാണിക്കാനുള്ള കാരണം അടിപൊളി നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ഭംഗിയുള്ള പറഞ്ഞാൽ ഓൾറെഡി ഇവിടെ വയനാട്ടിൽ നമ്മുടെ ഈ എന്താ പറയുക പച്ചപ്പ് നിറഞ്ഞ രീതിയിലാണ്. അതായത് നമ്മുടെ തേയില നല്ല ഭംഗിയിൽ തന്നെ ഇവിടെ കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് വേറൊന്നുമല്ല, ഇവിടെ ഒരു റിസോർട്ടാണോ എന്താണെന്നറിയില്ല, വീട് തന്നെയാണ്, വീടായിരുന്നു പണ്ട്, അത് പിന്നെ റിസോർട്ട് എന്തോ ആക്കിയതാണ് തോന്നുന്നത്. ഇവിടെ ഒരു പുഴ ഉണ്ട് കേട്ടോ. ഈ പുഴയുടെ തീരത്താണ് ഇതുള്ളത്. ഇവിടുന്ന് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. നല്ല ഭയങ്കര അടിപൊളി സൗണ്ടിലാണ് ഇവിടെ കേൾക്കുന്നത്. വെള്ളത്തിൻ്റെ വെള്ളച്ചാട്ടം തന്നെ ഉണ്ട്. പണ്ടത്തെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു പാലാണ്. ആ പാലത്തിൻ്റെ അടുത്ത് കൂടെയാണ് ഇത് പോകുന്നത്. അത് പൊളിച്ച് കളഞ്ഞിട്ടില്ല അവർ. പുതിയൊരു പാലം വേറെ അപ്പുറത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ആ പാലത്തും കൂടെയുള്ള കാഴ്ച ഒന്ന് കാണിച്ചു തരാം. പാലം ഇതിവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമ്മൾ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഇവിടെ ഉണ്ട്. നമ്മൾ ഇവിടെ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതിന്. ഇതാണ് റൂട്ട്. ഇതെന്തോ ഇവിടെ കായ കിടക്കുന്നുണ്ട്. ഇതെന്താ കായെന്ന് എനിക്കറിയില്ല. ഇതെന്താ കായെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ പേരെന്താ എനിക്കറിയില്ല. 1-2 കായുണ്ട് ഇവിടെ അല്ലേ. നമ്മുടെ കോവയ്ക്കേൻ്റെ ഒക്കെ പോലത്തെ ചെറിയ കായാണ്. ഇതാണ് പാലം. അത് പണ്ട് എനിക്ക് തോന്നുന്നത് വണ്ടികൾ പോയിരുന്ന പാലാണിത്. ഇരുമ്പിൻ്റെ പാലാണ്. നല്ല അടിപൊളി. അതായത് ശരിക്കൊരു ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൈബാണ്. നല്ലൊരു തണുത്ത ഏരിയയിലുള്ള കാറ്റൊക്കെയാണ്. അതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ ആയിരുന്നു തോന്നുന്നുണ്ട് ആദ്യത്തെ ചെക്കിങ്ങിൻ്റെ ഇതൊക്കെ ഏരിയയൊക്കെ. ഇപ്പോൾ അത് മാറ്റി നേരെ അപ്പുറത്തെ കൂടെ ആക്കിയിട്ടുണ്ട്. ഈ ഒരു പാലം അപ്പുറത്ത് കാണുന്നുണ്ടോയെന്നറിയില്ല. അപ്പുറത്തൊരു നമ്മുടെ ഒരു കേരള സർക്കാർ ഉണ്ടാക്കിയൊരു പാലം അപ്പുറത്തുണ്ട് അല്ലേ. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴത്തോട്ട് മുള്ളുണ്ട് കേട്ടോ ഇവിടെ അല്ലേ. വെള്ളം ഇവിടുന്ന് ചാടി പോകുന്നതിൻ്റെ ഇത് കാണുന്നുണ്ട്. ശരിക്കും നല്ല അടിപൊളി റിസോർട്ടാണ്. ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ ആ റിസോർട്ട് പോലത്തെ ഇത്. ഇവിടെ തന്നെ ഇതിനോട് ചേർന്ന് തന്നെയാണ്. നല്ല അടിപൊളി വൈബായിട്ട് തന്നെയാണ്. പുഴ പുറത്തുനിന്ന് കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും താഴത്തോട്ട് പോകുമ്പോൾ അത് ഭയങ്കര വൈബായിട്ട് തന്നെയാണ്. അതായത് ഞാൻ ശരിക്കും ഇത് കുറേ ദിവസം മുന്നേ ഒന്ന് കണ്ടതായിരുന്നു. അപ്പോൾ ഇന്ന് വെറുതെ ഒന്ന് കണ്ടപ്പോൾ ഒന്ന് വണ്ടി നിർത്തിയിട്ടൊന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങോട്ടൊക്കെ ഒരു ദീപിയെ നോക്ക്, കൊളക്കോഴി നോക്ക്, അവിടെ നോക്ക്, താഴത്തേക്ക് നോക്ക്, വെള്ളത്തേക്ക് നോക്ക്. മുങ്ങി മീനിനെ പിടിച്ച് പൊന്തോ നോക്കട്ടെ. ഇപ്പോൾ പൊന്തും. മീനിനെ പിടിക്കാനും വേണ്ടി പോയിട്ടുണ്ട്. അങ്ങനെ പൊന്തി. മീനൊന്നും കിട്ടിയില്ല. കാക്കക്കുയിലോ വെള്ളത്തേക്ക് കണ്ടില്ലേ. വെള്ളത്തിലിങ്ങനെ പൊന്തിയും മുങ്ങിയും പോകുന്നു.